ഹാപ്പി ഡേയ്സ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഫിഷിനെയാണ് പരിചയപ്പെടുത്തി തന്നെ. വെറൈറ്റി അല്ല, നമുക്ക് സ്ഥിരം കിട്ടുന്നതല്ല, എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന ഫിഷാട്ടോ ഇത്. ഇതാണ് വരാൽ കേട്ടോ. നല്ല നാടൻ വരാലാണ്. 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ പോയിട്ട് പിടിച്ചു കൊണ്ടുവന്നതാട്ടോ മീന. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിടിക്കാൻ പോകുമ്പോൾ എന്നെയും കൂടി കൂട്ടണേ, കാരണം എനിക്കൊരു വീഡിയോയും കൂടി കിട്ടല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കൊക്കെ മീനെ പിടിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പോകുമ്പോൾ എന്നെ കൂട്ടണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ വെട്ടി വൃത്തിയാക്കുന്നതിലേക്ക് കിടക്കാം. ഇന്ന് മുഴുവൻ ഞാൻ ഇത് വെച്ചിരിക്കുമോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. സാധാരണ മീൻ വെട്ടുന്ന പോലെ വെട്ടിയെടുത്താൽ പോലെ കേട്ടോ. ഇതിനെ മേത്ത് കണ്ടോ നല്ല കൊഴുപ്പാണ്. ആ വഴുവഴുപ്പൊക്കെ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് വെണ്ണീരും ഉപ്പും ഒക്കെ ഇട്ട് അതിനെ ടോറച്ച് തിരുമ്പുന്ന കല്ലുമല്ല ടോറച്ച് വൃത്തിയാക്കി എടുക്കണം. എന്നാൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ അതിൻ്റെ ചിറകൊക്കെ വെട്ടിയിട്ട് കുറേ ഉപ്പിട്ടിട്ടാണ് ഉരയ്ക്കുന്നത്. ഉപ്പിട്ടാലേ നല്ല വൃത്തിയാവുള്ളൂ. ഉപ്പിട്ടിട്ട് നല്ലോണം ഉരച്ച് ക്ലീൻ ആക്കുകയാണ്. പിന്നെ ഞാൻ വെണ്ണീര് ഇട്ടു കേട്ടോ. വെണ്ണീരിട്ടുണ്ടെങ്കിലും നല്ലോണം വൃത്തിയാക്കും. പിന്നെ ചില നാട്ടിലേക്ക് പല രീതിയിലാട്ടോ ഓരോരുത്തരും നന്നാക്കിയത്. നമ്മളെ കോഴിക്കോടേക്കൊക്കെ ഇങ്ങനെയാട്ടോ നന്നാക്കൽ. ഇങ്ങനത്തെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മീൻ കിട്ടിയാൽ ഈ നന്നാക്കാനാട്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഈ മീനെ കുളിപ്പിച്ചൊക്കെ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ടേ. നോക്കിയേ, ഈ പറക്കും തടക സിനിമയിലെ ബാസന്തി കുളി കഴിഞ്ഞ് വന്നതുപോലല്ലേ എന്ത് കുട്ടപ്പനായിട്ടാണ് നമ്മൾ മീൻ ഇരിക്കുന്നത് നോക്കി. അപ്പം നമുക്ക് മീനെ പൊരിക്കാനും കുറച്ച് കറി വെക്കാനും ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഇത് പൊരിക്കാനുള്ള കേട്ടോ. പൊരിക്കാനുള്ള മീൻ എപ്പോഴും നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്യുന്ന കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ്. അങ്ങനെ മീനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് നമുക്ക് കറി വെക്കാനും കുറച്ച് പൊരിക്കാനായിട്ട് മാറ്റി വെക്കണം. പൊരിക്കാനുള്ള പീസ് ഞാൻ നല്ല നൈസായിട്ടാണ് കട്ട് ചെയ്തത്, എന്നാലേ അത് പൊരിക്കുമ്പോൾ പൊള്ളി വരുള്ളൂ. അപ്പോൾ അതാ കുറച്ച് നാടൻ കറിവേപ്പിലുണ്ട്. പൊരിക്കാനുള്ളതിലേക്കുള്ള സാധനമാണ് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊരിക്കാനുള്ളത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് കറി വെക്കാനുള്ളത് കേട്ടോ. അതിനുള്ള കൂടെ ഞാൻ വലിയൊരു തല ആദ്യം ഇട്ടുണ്ട്. കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കുകയാണേ. നമ്മൾ പൊരിച്ച മീനിൻ്റെ ടേസ്റ്റ് നോക്കുക. സൂപ്പറാട്ടോ. കറി വെച്ചതിനോട് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പൊരിച്ചത് ഞാൻ നല്ലോണം തട്ടി വിട്ടേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ.